നമസ്തേ, ഇത് മോഹൻജിയാണ്. മുൻപത്തെ വിഷയങ്ങളെല്ലാം, പ്രത്യേകിച്ച് പ്രതിരോധത്തെക്കുറിച്ചുള്ള അവസാന ഭാഗങ്ങൾ നിങ്ങൾ ആസ്വദിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് എനിക്ക് സംതൃപ്തിയെക്കുറിച്ച് സംസാരിക്കാനാണ് താല്പര്യം. എൻ്റെ അഭിപ്രായത്തിൽ സംതൃപ്തിയാണ് വിജയം. സംതൃപ്തിയുള്ള ജീവിതമാണ് വിജയകരമായ ജീവിതം. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്? കാരണം മനുഷ്യൻ്റെ സംതൃപ്തിയുടെ സാധാരണ രീതി എന്നത് ആഗ്രഹം, അത് നിറവേറുന്നു, തൃപ്തി വരുന്നു, തുടർന്ന് സംതൃപ്തി ലഭിക്കുന്നു എന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അവിടെ നമുക്ക് ഒരു ആഗ്രഹമുണ്ടാകുന്നു. ഉദാഹരണത്തിന്, എനിക്കിപ്പോൾ ഒരു കോഫി കുടിക്കണം എന്ന് തോന്നുന്നു. എന്നാൽ ആ കോഫി ലഭ്യമല്ലെങ്കിലും ഞാൻ അസംതൃപ്തനല്ല. അതായത് നമ്മുടെ മനോഭാവം പൂർണ്ണമായും മാറി. ആഗ്രഹം സഫലമായാലും ഇല്ലെങ്കിലും നമ്മൾ സമാധാനമായി ഇരിക്കുന്നു. പുറത്തുള്ള വസ്തുക്കളെ ആശ്രയിക്കുന്നത് കുറയുന്ന ഒരു പക്വതയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം നമ്മൾ എന്തിനെയാണ് ആശ്രയിക്കുന്നത് എന്നാണ്? ഉള്ളിനെ. ഇത് അവബോധത്തിലെ അടിസ്ഥാനപരമായ ഒരു മാറ്റമാണ്. നമ്മൾ പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ചും നമ്മളെ തന്നെ കൂടുതലായും ആശ്രയിക്കുന്നു. നമ്മൾ സ്ഥിരതയുള്ളവരായി മാറുന്നു. നമുക്കിതിനായി എന്ത് ചെയ്യാൻ കഴിയും? പലരും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിനും പുറത്തേക്ക് വിടുന്നതിനും ഇടയിലുള്ള ഇടമാണ് സമാധാനത്തിൻ്റെ ഇടം. സ്വർഗത്തിലേക്കുള്ള കവാടം ഉച്ഛ്വാസത്തിനും നിശ്വാസത്തിനും ഇടയിലുള്ള ഇടമാണ്. അവിടെ നിശബ്ദമായ ഒരു ചെറിയ ഇടമുണ്ട്. ആ നിശബ്ദതയിലോ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയമിടിപ്പിലോ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ശബ്ദത്തിനും നിശബ്ദതയ്ക്കും ഇടയിൽ ഒരു ഇടമുണ്ട്. അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അങ്ങനെ നമുക്ക് വിവിധ മാർഗങ്ങളുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ വളരെ വേഗതയേറിയ ഒരു ലോകത്താണ്. നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നു. പലതും അബോധാവസ്ഥയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് സംതൃപ്തി ലഭിക്കുന്നുണ്ടോ? എനിക്ക് സംശയമാണ്. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെന്ന് പോലും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് സംതൃപ്തി നിലനിർത്തുന്നത്? ഒരു മാർഗം ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് കഴിയുന്നത്ര പൂർണ്ണതയോടെ ചെയ്യുക. അതിൽ മുഴുകി നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധയോടും ഏകാഗ്രതയോടും കൂടി അത് ചെയ്യുക. അതിനുശേഷം ഫലം വിട്ടേക്കുക. എവിടെയാണ് ഫലം തെറ്റുന്നത്? നമുക്കൊരു പ്രതീക്ഷയുണ്ടാവുകയും ഫലം ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നിരാശയുണ്ടാകുന്നു. അതുകൊണ്ട് മനുഷ്യൻ്റെ നിരാശ സാധാരണയായി പ്രതീക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ നിങ്ങളത് വിട്ടേക്കുകയാണെങ്കിൽ ജോലിയിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക, പൂർണ്ണ സമർപ്പണം നൽകുക. എങ്കിൽ ഫലം എന്തുതന്നെയായാലും നമ്മൾ അതിൽ സന്തോഷവാന്മാരായിരിക്കും. നമ്മുടെ ശ്രദ്ധ പ്രവർത്തനത്തിലേക്കാണ് മാറുന്നത്, ഫലത്തിലേക്കല്ല. അത് നമ്മുടെ ജീവിതത്തിലെ വളരെ വലിയൊരു മാറ്റമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ വിജയഘടകം സംതൃപ്തിയാണ്. ജീവിതത്തിൽ സംതൃപ്തി ഇല്ലെങ്കിൽ നമുക്ക് വിജയമില്ല. നമ്മുടെ പക്കൽ പണമുണ്ടാകാം, സ്വത്തുക്കൾ ഉണ്ടാകാം, പുറം ലോകത്തെ പല വസ്തുക്കളും ഉണ്ടാകാം. പക്ഷേ ആന്തരികമായ സംതൃപ്തി ഇല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അത് വിജയകരമായ ജീവിതമല്ല. കൂടാതെ നല്ല ഉദ്ദേശത്തോടെയുള്ള പ്രവർത്തനങ്ങളിൽ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നെനിക്ക് തോന്നുന്നു. ഉദ്ദേശം നല്ലതും ശുദ്ധവുമായിരിക്കണം. അത് ആർക്കും ദോഷകരമല്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. മറ്റുള്ളവർക്ക് ദോഷകരമായ ഒന്നും നമ്മൾ സൃഷ്ടിക്കരുത്. ഗുണകരമായ പ്രവർത്തനങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാവൂ. ദോഷകരമെന്ന് ഞാൻ പറയുമ്പോൾ അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതോ വിനാശകരമോ അല്ലെങ്കിൽ സമൂഹത്തിൽ മോശമായ സ്വാധീനം ചെലുത്തുന്നതോ ആയ കാര്യങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരിക്കലും അത് ചെയ്യരുത്. ഉദ്ദേശശുദ്ധിയും കർമ്മശുദ്ധിയും നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ അർത്ഥം ഫലങ്ങളും ശുദ്ധമായിരിക്കും എന്നാണ്. നിങ്ങൾ എന്ത് വിതയ്ക്കുന്നുവോ അത് കൊയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ ശുദ്ധിയുടെ വിത്തുകൾ വിതച്ചാൽ ശുദ്ധി തന്നെ കൊയ്യാം. നമ്മുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ, അരക്ഷിതാവസ്ഥകൾ എന്നിവയിലേക്ക് നമ്മൾ നോക്കരുത്. പകരം നല്ല പ്രവൃത്തികളിൽ, പോസിറ്റീവായ പ്രവൃത്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പോൾ അത് ശോഭയുള്ളതും നല്ലതുമായിരിക്കും. ഈ ചിന്തകൾ ഞാൻ നിങ്ങളിൽ വിടുന്നു. കാരണം ഇവ അടിസ്ഥാനപരമായ ചിന്തകളാണ്. ഇവ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് മനോഭാവം വളർത്തിയെടുക്കാൻ കഴിയും. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് കൂടുതൽ ചർച്ച ചെയ്യാം. ഇത് ചിന്തിക്കാനുള്ള കാര്യങ്ങളാണ്. ദയവായി ഇതിനെക്കുറിച്ച് ചിന്തിക്കുക, ചർച്ച ചെയ്യുക.
പോസിറ്റീവായ പ്രവർത്തനങ്ങളും ഫലങ്ങളിലുള്ള ആശ്രയത്വം കുറച്ച് നമ്മുടെ ഉള്ളിലുള്ളതിനെ ആശ്രയിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു പുസ്തകം മാത്രമേ വായിക്കാൻ കഴിയൂ എങ്കിൽ ആ പുസ്തകം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ വായിച്ചിരിക്കേണ്ട പുസ്തകം നിങ്ങളാണ്. ഇത് വളരെ പ്രധാനമാണ്. ഈ ചിന്തയോടെ ഞാൻ നിങ്ങളെ വിടുന്നു. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ പൂർണ്ണനാക്കാൻ കഴിയൂ. നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. ഒരുപാട് സ്നേഹം. ഇത് മോഹൻജി.